പത്തനംതിട്ട തിരുവല്ലയിൽ വൈദ്യാഘാതമേറ്റ ഒരാൾ മരിച്ചു. മേപ്രാൾ സ്വദേശി റെജിയാണ് മരിച്ചത്. പുല്ല് ചെത്താൻ പോയപ്പോൾ പൊട്ടിവീണ വൈദ്യുതിക്കമ്പിയിൽ നിന്ന് ഷോക്കേൽക്കുകയായിരുന്നു. വൈദ്യുതി ലൈൻ അനധികൃതമായി വലിച്ചതാണെന്ന് KCB അധികൃതർ വ്യക്തമാക്കി. ശ്രീകുമാർ വിവരങ്ങളുമായി ചെയ്യുന്നു. ശ്രീത്ത്, അങ്ങേയറ്റം ദാരുണമായ സംഭവം. എന്താണ് ഉണ്ടായത്? എങ്ങനെയാണ് അപകടം? ഇന്ന് രാവിലെയാണ് റെജി പശുവിന് പുല്ല് ചെത്താനായി പോകുന്നത്. ഈ മേപ്രാൾ പ്രദേശത്തേക്ക് പോയ സമയത്ത് ഒരു പള്ളിയുടെ പ്രദേശമാണ് ആ മേഖല. ആ മേഖലയിൽ ഒരു വൈദ്യുതി ലൈൻ പൊട്ടി കിടക്കുന്നുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. റെജിയെ ഏറെ നേരമായിട്ടും കാണാതിരുന്നതോടുകൂടി നാട്ടുകാരും ബന്ധുക്കളും തിരച്ചിൽ നടത്തുകയായിരുന്നു. അങ്ങനെയാണ് റെജി വീണു കിടക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ KCB അധികൃതരെ വിവരം അറിയിച്ചു. KCB അധികൃതർ എന്തായാലും വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനു ശേഷമാണ് റെജിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. അല്പസമയം മുൻപ് KCB AE നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അവർ ആ പ്രദേശത്തേക്ക് എത്തുന്നതേ ഉള്ളൂ. പക്ഷേ ആ പ്രദേശത്തെ ജീവനക്കാരിൽ നിന്ന് ഏറ്റവും ഒടുവിൽ അവർക്ക് ലഭിച്ച വിവരം അനുസരിച്ച് അത് KCBയുടെ പ്രധാന ലൈനല്ല. ആ ലൈനിൽ നിന്ന് ആരോ അനധികൃതമായി തന്നെ വൈദ്യുതി ലൈൻ വലിച്ചിട്ടുണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് എന്ന് പറയുന്നു. അത് എവിടേക്കാണ് എന്ന് കണ്ടെത്താൻ സീൻ മഹസർ അടക്കം തയ്യാറാക്കണമെന്നാണ് AE പറയുന്നത്. അതായത് ഒരു അനാസ്ഥ ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ലൈൻ പ്രധാന ലൈനിൽ നിന്ന് വലിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി അത് പരിശോധിക്കേണ്ടത് KCB ആണ്. അതെന്തുകൊണ്ട് ഇത്രയും നാൾ പരിശോധിച്ചില്ല എന്ന ചോദ്യമൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നു. അതായത് പ്രധാന ലൈനിൽ നിന്നല്ല റെജിക്ക് ഷോക്കേറ്റിരിക്കുന്നത്, അതിനുശേഷം അനധികൃതമായി വലിച്ച ലൈനിൽ നിന്നാണെന്ന് ഇതോടുകൂടി വ്യക്തമാകുന്നുണ്ട്. എന്നാലും റെജിയുടെ മൃതദേഹം ഇപ്പോൾ ഉള്ളത് തിരുവല്ല താലൂക്ക് ആശുപത്രിയിലാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വളരെ സങ്കടകരമായ വാർത്തയാണ് ഏറ്റവും ഒടുവിൽ ഉച്ചയോടുകൂടി തിരുവല്ലയിൽ നിന്ന് പുറത്തു വരുന്നത്. 5ാമത്തെ മരണം. തിരുവല്ല മേപ്രാൾ സ്വദേശി റെജി എന്ന 65-കാരൻ. ഹാഷ്മി, അങ്ങനെ മഴയെ തുടർന്ന് മരണങ്ങൾ പലവിധമാണ്. ഇന്ന് ഈ സമയം ഒരു 5 മരണമാകുന്നു. അത് ആ എണ്ണം അതിൽ കൂടാതിരിക്കട്ടെ.